ഡ്രൈവ് സ്കൂൾ ERPയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ സമ്പൂർണ്ണ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഇത്. നഷ്ടപ്പെടുന്ന പണമടവുകൾ, കുടിശ്ശിക തുകകൾ, ഷെഡ്യൂൾ തർക്കങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ മാനേജ്മെന്റ് എളുപ്പവും കാര്യക്ഷമവുമാക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. ആരംഭിക്കുന്നതിനായി ഡ്രൈവ് സ്കൂൾ ERP ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ OTP മുഖേന സുരക്ഷിതമായി ലോഗിൻ ചെയ്തോ നിങ്ങൾക്ക് പ്രവേശിക്കാം. OTP ഉപയോഗിച്ച് ലോഗിൻ വിത്ത് OTP തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP അയക്കും. ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള സുരക്ഷിതമായ പ്രവേശനം ഉറപ്പാക്കുന്നു. അടുത്തതായി, ഭാവിയിലെ ലോഗിനുകൾക്കായി നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സൃഷ്ടിക്കാം. പാസ്വേഡ് സൃഷ്ടിക്കുന്നതിനും അത് സ്ഥിരീകരിക്കുന്നതിനുമായുള്ള ഫീൽഡുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. പുതിയ പാസ്വേഡ് നൽകിയതിനു ശേഷം സജ്ജീകരണ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനും നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമാക്കുന്നതിനും പാസ്വേഡ് സേവ് ചെയ്യുക. സേവ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പുതിയ പാസ്വേഡ് സേവ് ചെയ്യുന്ന പ്രക്രിയ സിസ്റ്റം പൂർത്തിയാക്കും. ഇപ്പോൾ നിങ്ങൾ വിജയകരമായി ലോഗിൻ ചെയ്തിരിക്കുന്നു. പ്രധാന ഡാഷ്ബോർഡ് ഇവിടെ കാണാം. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രധാന വിവരങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സെറ്റിംഗ്സ് വിഭാഗത്തിലേക്ക് പോകുക. സെറ്റിംഗ്സ് വിഭാഗത്തിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വിവരങ്ങൾ പുതുക്കാനും ബ്രാഞ്ച് ലൊക്കേഷനുകൾ മാനേജ് ചെയ്യാനും ആപ്ലിക്കേഷന്റെ ഭാഷ മാറ്റാനും സുരക്ഷിതമായി ലോഗൌട്ട് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് മടങ്ങി വാഹനങ്ങൾ വെഹിക്കിൾസ് വിഭാഗം പരിശോധിക്കാം. വാഹനങ്ങൾ വെഹിക്കിൾ സ്ക്രീനിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹന നിരയിലേക്ക് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്ലസ് വാഹനം ചേർക്കുക. പ്ലസ് ആഡ് വെഹിക്കിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചേർത്തിട്ടുള്ള വാഹനങ്ങളുടെ പട്ടിക കാണാം. മോഡൽ, വാഹന നമ്പർ, ഇന്ധനതരം തുടങ്ങിയ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ വാഹനങ്ങളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ പുതുക്കാനോ ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് കഴിയും. ഡാഷ്ബോർഡിലേക്ക് മടങ്ങിയ ശേഷം ഇനി ഇൻസ്ട്രക്ടേഴ്സ് മാനേജ്മെന്റ് വിഭാഗം പരിശോധിക്കാം. ഇൻസ്ട്രക്ടേഴ്സ് വിഭാഗത്തിൽ ഒരു പുതിയ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്ലസ് ഇൻസ്ട്രക്ടർ ചേർക്കുക. പ്ലസ് ആഡ് ഇൻസ്ട്രക്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻസ്ട്രക്ടറെ ചേർക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ നൽകുകയും അവർ ഉപയോഗിക്കുന്നതിനായി നിങ്ങളുടെ വാഹന നിരയിൽ നിന്ന് ഫ്ലീറ്റ് പ്രത്യേക വാഹനങ്ങൾ നിയോഗിക്കുകയും ചെയ്യാം. ഇൻസ്ട്രക്ടേഴ്സ് പട്ടികയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഇൻസ്ട്രക്ടർമാരുടെയും അവർക്ക് നിയോഗിച്ചിരിക്കുന്ന വാഹനങ്ങളുടെയും വിവരങ്ങൾ കാണാം. ആവശ്യാനുസരണം ഇൻസ്ട്രക്ടർമാരുടെ വിവരങ്ങൾ പുതുക്കാനോ അവരുടെ രേഖകൾ ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് മടങ്ങി സ്റ്റാഫ് മാനേജ്മെന്റ് വിഭാഗം പരിശോധിക്കാം. സ്റ്റാഫ് സ്ക്രീനിൽ ഇൻസ്ട്രക്ടർമാരല്ലാത്ത നിങ്ങളുടെ ടീം അംഗങ്ങളെ മാനേജ് ചെയ്യാം. ഒരു പുതിയ സ്റ്റാഫ് അംഗത്തെ ചേർക്കുന്നതിനായി പ്ലസ് സ്റ്റാഫ് ചേർക്കുക. പ്ലസ് ആഡ് സ്റ്റാഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ സ്റ്റാഫ് അംഗത്തിന്റെ പേര്, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, ചുമതല, റോൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാഫ് അംഗങ്ങളെ ചേർത്തതിനു ശേഷം അവരുടെ വിവരങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. അവരുടെ വിവരങ്ങൾ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാനോ ആവശ്യമെങ്കിൽ അവരുടെ രേഖ ഡിലീറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് മടങ്ങി വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് വിഭാഗത്തിന്റെ മാനേജ്മെന്റിലേക്ക് കടക്കാം. സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വിഭാഗത്തിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ മാനേജ് ചെയ്യാൻ കഴിയും. ഒരു പുതിയ വിദ്യാർത്ഥിയെ രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്ലസ് വിദ്യാർത്ഥിയെ ചേർക്കുക. പ്ലസ് ആഡ് സ്റ്റുഡന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫോമിലൂടെ വിദ്യാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, കൂടാതെ അവർ ചേർന്നിരിക്കുന്ന ഡ്രൈവിംഗ് പാക്കേജിന്റെ വിവരങ്ങൾ നൽകാൻ കഴിയും. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പട്ടിക ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവരുടെ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനുമുള്ള ഓപ്ഷനുകളും ഇവിടെ ലഭ്യമാണ്. ഡാഷ്ബോർഡിലേക്ക് മടങ്ങിയ ശേഷം ഇനി ഷെഡ്യൂൾസ് വിഭാഗം പരിശോധിക്കാം. സ്ലോട്ട് ചേർക്കുക. ആഡ് സ്ലോട്ട് വിഭാഗത്തിലേക്ക് പോയി ആവശ്യമായ വിവരങ്ങൾ നൽകുക. ആദ്യം വിദ്യാർത്ഥിയെയും സ്റ്റുഡന്റ് ഇൻസ്ട്രക്ടർ തിരഞ്ഞെടുക്കുക. തുടർന്ന് പരിശീലന സെഷനായി ആരംഭ തീയതി, ഫ്രം ഡേറ്റിയും നിങ്ങൾക്ക് അനുയോജ്യമായ സമയ സ്ലോട്ടും ടൈം സ്ലോട്ട് തിരഞ്ഞെടുക്കുക. പരിശീലന ഷെഡ്യൂൾ സ്വയമേവ സൃഷ്ടിക്കപ്പെടും. നിയോഗിക്കപ്പെട്ട ഇൻസ്ട്രക്ടർക്ക് അവരുടെ അക്കൗണ്ടിൽ വരാനിരിക്കുന്ന സെഷനുകൾ കാണാനും അതനുസരിച്ച് വിദ്യാർത്ഥിയുടെ പരിശീലനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും കഴിയും. LLR പരീക്ഷയ്ക്കോ ഡ്രൈവിംഗ് ലൈസൻസ് DL പരീക്ഷയ്ക്കോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണുന്നതിനായി ഡാഷ്ബോർഡിൽ നിന്ന് LLR ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട തീയതികളും പുതുക്കൽ റിന്യൂവൽ സമയപരിധികളും ശ്രദ്ധയിൽ സൂക്ഷിക്കുന്നതിനായി നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് സൃഷ്ടിക്കാനും കഴിയും. വാഹന ഇൻഷുറൻസ് പുതുക്കൽ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കൽ, അല്ലെങ്കിൽ സമയബന്ധിതമായി ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ജോലികൾ എന്നിവയ്ക്കായി ഇത്തരം റിമൈൻഡറുകൾ ഉപയോഗിക്കാം.
വാഹന ഇൻഷുറൻസ് പുതുക്കൽ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് PUC പുതുക്കൽ, അല്ലെങ്കിൽ സമയബന്ധിതമായി ശ്രദ്ധിക്കേണ്ട മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾക്കായി ഈ റിമൈൻഡറുകൾ ഉപയോഗിക്കാം. ഒരു റിമൈൻഡർ സൃഷ്ടിക്കാൻ റിമൈൻഡർ ചേർക്കുക. ആഡ് റിമൈൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് റിമൈൻഡറിന്റെ വിശദാംശങ്ങൾ നൽകുക. അവസാന തീയതി, ഡ്യൂ ഡേറ്റ് തിരഞ്ഞെടുക്കുക. ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായപ്പോൾ റിമൈൻഡറിന്റെ വിവരങ്ങൾ പുതുക്കാനും ഇനി ആവശ്യമില്ലെങ്കിൽ റിമൈൻഡർ ഇല്ലാതാക്കാനും ഡിലീറ്റ് നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ പേയ്മെന്റ്സ് വിഭാഗം ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനവും ചെലവുകളും രേഖപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിയുടെ പേയ്മെന്റ് രേഖപ്പെടുത്താൻ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകുക. സിസ്റ്റം സ്വയമേവ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ തിരിച്ചെടുക്കുകയും ബാക്കി കുടിശ്ശിക തുക പ്രദർശിപ്പിക്കുകയും ചെയ്യും. വിദ്യാർത്ഥിയിൽ നിന്ന് ലഭിച്ച തുക നൽകുക. തുടർന്ന് ആഡ് ഏർണിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തപ്പെടുകയും വിദ്യാർത്ഥിയുടെ കുടിശ്ശിക തുക സ്വയമേവ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതേ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെലവുകളും രേഖപ്പെടുത്താൻ കഴിയും. ചെലവിന്റെ വിവരങ്ങൾ, തുക, ആവശ്യമായ മറ്റ് വിവരങ്ങൾ എന്നിവ നൽകുക. തുടർന്ന് ആഡ് എക്സ്പെൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് രേഖ സേവ് ചെയ്യുക. എല്ലാ വരുമാനവും ചെലവുകളും ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഈ രേഖകൾ സ്വയമേവ റിപ്പോർട്ട്സ് വിഭാഗത്തിൽ പ്രതിഫലിക്കും. ഇതിലൂടെ വരുമാനം നിരീക്ഷിക്കാനും ചെലവുകൾ ട്രാക്ക് ചെയ്യാനും പേയ്മെന്റ് ചരിത്രം പരിശോധിക്കാനും നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ മൊത്തത്തിലുള്ള ലാഭനഷ്ടം കൃത്യമായി വിശകലനം ചെയ്യാനും കഴിയും. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ സാമ്പത്തിക പ്രകടനം പൂർണ്ണമായി കാണുന്നതിനായി റിപ്പോർട്ട്സ് വിഭാഗത്തിലേക്ക് പോകുക. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ സാമ്പത്തിക പ്രകടനം പൂർണ്ണമായി വിലയിരുത്തുന്നതിനായി റിപ്പോർട്ട്സ് വിഭാഗത്തിലേക്ക് പോകുക. കൂടുതൽ വിശദമായ വിശകലനത്തിനായി ഏതെങ്കിലും വിഭാഗത്തിന് സമീപമുള്ള വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് തിരഞ്ഞെടുത്ത വിഭാഗത്തിന്റെ വിശദമായ വിഭജനം തുറക്കും. ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തിഗത ഇടപാടുകൾ, പേയ്മെന്റ് രേഖകൾ, ചെലവുകൾ, കൂടാതെ മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യാനുസരണം പരിശോധിക്കാൻ കഴിയും. നിങ്ങളുടെ ഇഷ്ടഭാഷ ഏത് സമയത്തും മൈ പ്രൊഫൈൽ വിഭാഗത്തിൽ നിന്ന് മാറ്റാൻ കഴിയും. മൈ പ്രൊഫൈൽ തുറന്ന് ലഭ്യമായ ഓപ്ഷനുകളുടെ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടഭാഷ തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ ഉടൻ തന്നെ തിരഞ്ഞെടുത്ത ഭാഷയിലേക്ക് മാറും. ഇതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഭാഷയിൽ എല്ലാ ഫീച്ചറുകളും ഉപയോഗിച്ച് ആപ്പ് നാവിഗേറ്റ് ചെയ്യാൻ കഴിയും. ഡ്രൈവ് സ്കൂൾ ERP ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി.